ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य अज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। नमो ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. ഇത് നമ്മൾ രണ്ടാമത്തെ സെഷനിലാണ്. ഭക്തിയുത സേവനം, ഭക്തിരസാമൃത സിന്ധു. അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് ഭക്തിരസാമൃത സിന്ധു രചിച്ച രൂപഗോസ്വാമി, ഷഡ്ഗോസ്വാമിമാരെ കുറിച്ച് അവർ നമ്മളെ പോലുള്ളവർക്കെല്ലാം ഭക്തിയെ കുറിച്ചുള്ള വിവരങ്ങൾ തരാനായിട്ട് അവർ ശുദ്ധ ഭക്തിയുത സേവനത്തെ പ്രചരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ശുദ്ധ ഭക്തിയുത സേവനത്തിന്റെ നിർവചനം എന്താണ്? ശുദ്ധ ഭക്തിയുത സേവനത്തിന്റെ സ്വരൂപ ലക്ഷണം, തടസ്ഥ ലക്ഷണം, ഇതെല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ സെഷനിൽ നമ്മൾ ഭക്തിരസാമൃത സിന്ധു എന്ന പദത്തെ വിശദീകരിച്ചു. ഭക്തി രസമാണ്, അതായത് ഭക്തി നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്യുക. അതാണ് ഭക്തി രസം എന്ന് പറയുന്നത്. രസം അല്ലെങ്കിൽ ടേസ്റ്റ്. നമ്മൾ ഓരോ വസ്തുക്കളും നമുക്ക് ഇഷ്ടമുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ അത് ടേസ്റ്റ് രസിക്കുന്നു, അത് കഴിച്ചുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കളുടെ ഒപ്പം എല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ രസിക്കുന്നു. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള കാര്യമായിട്ടുള്ള ഭക്തിയും രസമാണ് എന്ന് പറയുന്നു. അതും നമുക്ക് രസിക്കുവാൻ സാധിക്കുന്നു. ഭഗവാന്റെ സേവനങ്ങളും ഭഗവാനോടൊപ്പമുള്ള ജീവിതവും എല്ലാം തന്നെ നമുക്ക് രസിക്കുവാൻ സാധിക്കും. കൂടാതെ അതിന് അവസാനമില്ല. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കുറച്ച് സമയം മാത്രമേ നമുക്ക് രസിക്കാൻ സാധിക്കുന്നുള്ളൂ. ക്രമേണ അതിനോടുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇല്ലാതാകുന്നു. എല്ലാം ടെമ്പററിയാണ് ഭൗതിക തലത്തിൽ. എന്നാൽ ഭക്തിരസം എന്നുള്ളത് അമൃത സിന്ധുവാണ്. അത് ഒരിക്കലും വറ്റാത്ത ഒരു സമുദ്രം പോലെയാണ് എന്ന് പറയുന്നു. കൂടാതെ അമൃത സിന്ധു, അമൃതം നിറഞ്ഞിരിക്കുന്ന സിന്ധുവാണ്. കാരണം അത് നമ്മളെ മരണമില്ലാത്ത ദിക്കിലേക്ക്, മരണമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഭക്തി എന്നുള്ളത് രസമാണ്, കൂടാതെ നമ്മളെ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നതും ഒരിക്കലും അവസാനിക്കാത്തതുമാണ് എന്നാണ് ഈ ഭക്തിരസ അമൃത സിന്ധു എന്നുള്ള കാര്യത്തിന്റെ അർത്ഥമായിട്ട്, ആ വാക്കിന്റെ അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടാതെ രൂപഗോസ്വാമിയുടെ പ്രാധാന്യം നമ്മൾ ചർച്ച ചെയ്തു. ഭക്തിരസാമൃത സിന്ധു, ഭഗവാൻ കൃഷ്ണൻ അഖില രസാമൃത മൂർത്തിയാണ് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി. പല വിധത്തിലുള്ള രസങ്ങൾ ഭഗവാനിൽ നിന്ന് ഭക്തന്മാർക്ക് ടേസ്റ്റ് ചെയ്യാൻ സാധിക്കും. പ്രധാനപ്പെട്ട 5 രസങ്ങളും അതുകൂടാതെയുള്ള 7 രസങ്ങളും. പക്ഷെ അതിന്റെ എല്ലാം മൂർത്തിഭാവമാണ് ഭഗവാൻ. ഭഗവാനിൽ ഈ രസങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. ഭൗതികമായിട്ടുള്ളത് പോലെ അല്ല. ഭൗതികമായിട്ടും ഈ 7 രസങ്ങളെ നമുക്കിവിടെ ആസ്വദിക്കാൻ സാധിക്കും. പക്ഷെ എല്ലാം ടെമ്പററി. കൂടാതെ ഭഗവാനിൽ നിന്ന് വന്നിരിക്കുന്നതാണ് എല്ലാം എന്ന് മനസ്സിലാക്കണം. ഭഗവാനാണ് ഈ രസങ്ങളുടെ എല്ലാം തന്നെ മൂർത്തിമത് ഭാവം എന്നും മനസ്സിലാക്കണം. അങ്ങനെ 2 ക്ലാസ്സുകൾ നമ്മൾ, ഒന്ന് ആമുഖവും പിന്നീട് ഒന്ന് ഈ ഭക്തിരസാമൃത സിന്ധുവിന്റെ അവലോകനവും കഴിഞ്ഞു. ഇനി നമ്മൾ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഭക്തി എന്നാൽ, ഉത്തമ ഭക്തി എന്നാൽ എന്താണ്? അതിന്റെ നിർവചനമാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം, രൂപഗോസ്വാമി തന്നിരിക്കുന്ന നിർവചനം എന്താണ്? അന്യ അഭിലാഷിത ശൂന്യം ജ്ഞാന കർമാദി അനാവൃതം
ആനുകൂല്യേന കൃഷ്ണ അനുശീലനം ഭക്തിർ ഉത്തമ. ഉത്തമ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്നാണ് രൂപഗോസ്വാമി പറയുന്നത്. വളരെ പ്രധാനമായിട്ടുള്ള ശ്ലോകമാണ് രൂപഗോസ്വാമി പറഞ്ഞിരിക്കുന്നത്. അന്യ അഭിലാഷിത ശൂന്യം, കൂടാതെ ജ്ഞാന കർമാദി അനാവൃതം. അപ്പോൾ അന്യ അഭിലാഷിത ശൂന്യം എന്നുള്ളതാണ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സ്വരൂപ ലക്ഷണവും തടസ്ഥ ലക്ഷണവും. ശുദ്ധമായ ഭക്തിയുടെ സ്വരൂപ ലക്ഷണവും തടസ്ഥ ലക്ഷണം. സ്വരൂപ ലക്ഷണം എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ട് ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യ അഭിലാഷിത ശൂന്യം. വേറെ അഭിലാഷങ്ങളൊന്നും തന്നെയില്ല. ഭഗവാനെ സേവിക്കണം എന്നുള്ള ഒരേ ഒരു അഭിലാഷത്തോടു കൂടി ഭഗവാന്റെ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക. അതാണ് ഭക്തിയുടെ, ഉത്തമ ഭക്തിയുടെ സ്വരൂപ ലക്ഷണം. പ്രാഥമികമായിട്ടുള്ള ലക്ഷണം എന്നുള്ളത് അതാണ്. ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് ഭക്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അന്യാഭിലാഷിത, വേറെ അഭിലാഷങ്ങളൊന്നുമില്ല, നമുക്ക് സ്വന്തമായിട്ട് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല, ഭഗവാനെ സേവിക്കുന്നു, അത്രമാത്രം. പിന്നെയോ തടസ്ഥ ലക്ഷണം, രണ്ടാമതായിട്ട് അതിനും ഉയർന്നതായിട്ട് എന്തെങ്കിലും ഉത്തമ ഭക്തിയിൽ നമുക്ക് പ്രതീക്ഷിക്കാനുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ നിർവചനമായിട്ട് പറയാനുണ്ടോ? ഉത്തമ ഭക്തിയുടെ പ്രാഥമിക ലക്ഷണം എന്നുള്ളത് അന്യാഭിലാഷിത ശൂന്യമാണ്. അതിലും ഉപരിയായിട്ട് എന്തെങ്കിലും ലക്ഷണം നമ്മൾ കാണുന്നുണ്ടോ ഉത്തമ ഭക്തിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാന കർമാദി അനാവൃതം ആയിരിക്കണം. എന്താണത്? ജ്ഞാനം എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യം ലക്ഷ്യമിടുന്ന അറിവ്. നമ്മൾ അറിവ് സമ്പാദിക്കുന്നു എന്തിനു വേണ്ടിയിട്ട്? ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനം സമ്പാദിക്കുന്നത് ജ്ഞാനയോഗികൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഭൗതികതയിൽ നിന്നുള്ള മോചനം. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഭൗതികമായിട്ടുള്ള സത്വരജസ് തമോ ഗുണങ്ങളിൽ നിന്നുള്ള മോചനം നേടി ആ ജീവാത്മാവിനെ സ്വതന്ത്രമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ജ്ഞാനയോഗികൾ, അവ്യക്തിഗതവാദികൾ, അവർ ഭഗവാനെ സേവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നിന്നുള്ള മോചനം മാത്രമാണ് അവർക്ക് ആഗ്രഹം. സ്വാർത്ഥത മാത്രമാണ് അവരുടെ ഉള്ളിലുള്ളത്. അങ്ങനെയുള്ള ജ്ഞാനയോഗവും പിന്നീട് രണ്ടാമത് കർമ്മം. കർമ്മം എന്ന് പറഞ്ഞാൽ പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ. നമുക്ക് സ്വയം ആസ്വദിക്കണം, അതിനു വേണ്ടിയിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള ജ്ഞാനത്തിന്റെയും കർമ്മത്തിന്റെയും ആവരണങ്ങളൊന്നുമില്ലാതെ പരിശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടി എന്നിവയിൽ ഉൾപ്പെടാത്ത ശരീരം, മനസ്സ്, സംസാരം തുടങ്ങി എല്ലാ പരിശ്രമങ്ങളിലൂടെയും വിവിധ ആത്മീയ വികാരങ്ങളുടെ അല്ലെങ്കിൽ ഭാവങ്ങളുടെ പ്രകടനത്തിലൂടെയും നിർവഹിക്കപ്പെടുന്ന ശ്രീകൃഷ്ണന്റെ ആനന്ദത്തിനായി മാത്രമുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ശ്രീകൃഷ്ണനിലേക്കുള്ള സേവനത്തിന്റെ തടസ്സമില്ലാത്ത ഒഴുക്ക്. ശ്രീകൃഷ്ണന് സന്തോഷം നൽകാനുള്ള അഭിലാഷമല്ലാതെ മറ്റെല്ലാ ആഗ്രഹങ്ങളും ഇല്ലാത്തതിനെ ഉത്തമ ഭക്തി, ശുദ്ധമായ ഭക്തി സേവനം എന്ന് വിളിക്കുന്നു. അതാണ് ആദ്യത്തെ ശ്ലോകമായിട്ട് ഒന്നാമത്തെ ഭാഗത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകമായിട്ട് രൂപഗോസ്വാമി പറയുന്നത്. അതായത് അന്യ അഭിലാഷിതങ്ങൾ, ഭഗവാനെ പ്രീതിപ്പെടുത്തണം, ഭഗവാനെ സന്തോഷിപ്പിക്കണം എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക. അന്യാഭിലാഷിത ശൂന്യം, വേറെ അഭിലാഷങ്ങൾ ഒന്നും തന്നെയില്ല. അത് സ്വരൂപ ലക്ഷണം, ഭക്തിയുടെ, ഉത്തമ ഭക്തിയുടെ പ്രാഥമിക ലക്ഷണം. അതിനുപരിയായിട്ട് എന്താണ് ഈ ഉത്തമ ഭക്തിയിൽ നമ്മൾ കാണപ്പെടുന്നത്? ജ്ഞാന കർമാദി അനാവൃതം. ജ്ഞാനയോഗം അല്ലെങ്കിൽ ജ്ഞാനം നേടി ഇവിടെ നിന്ന് മോചിതനാകുവാനോ അല്ലെങ്കിൽ ഫലേച്ഛയോടുകൂടി കർമ്മങ്ങൾ ചെയ്ത് എന്തെങ്കിലും പ്രാപിക്കുവാനോ ഒന്നും തന്നെ ആഗ്രഹമില്ലാതെ പിന്നെ ആനുകൂല്യേന കൃഷ്ണ അനുശീലനം, ആനുകൂല്യേന ഭഗവാൻ കൃഷ്ണനോട് അനുകൂലമായിട്ടുള്ള സേവനങ്ങൾ, ഭഗവാൻ കൃഷ്ണന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന സേവനങ്ങൾ, അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തണം എന്നുള്ള ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഭക്തന്റെ ഉള്ളിലുള്ളൂ. അങ്ങനെ അനുകൂലമായിട്ടുള്ള കൃഷ്ണ അനുശീലനം സേവനങ്ങൾ, ഭഗവാന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ, അതാണ് ഉത്തമ ഭക്തി എന്ന് രൂപഗോസ്വാമി പറയുന്നു. ശുദ്ധ ഭക്തി സേവനത്തിന്റെ നിർവചനം: ഒന്നാന്തരം ഭക്തി സേവനം വികസിക്കുമ്പോൾ ഒരാൾക്ക് എല്ലാ ഭൗതിക മോഹങ്ങളും
ഏക ആധിപത്യ തത്വചിന്തയിൽ നിന്ന് നേടിയ അറിവും, ഏകാധിപത്യ തത്വചിന്ത, അതാണ് ജ്ഞാനയോഗികൾ ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ മോചനം മാത്രമാണ്, വേറെ ഒന്നും തന്നെ ആ ജ്ഞാനയോഗികൾ ആഗ്രഹിക്കുന്നില്ല. ആധ്യാത്മിക ജ്ഞാനം, അതായത് ഞാൻ ആത്മാവാണ് എന്നുള്ള ശരീരബോധത്തിൽ നിന്നുള്ള മുക്തി, അത് മാത്രമാണ് ജ്ഞാനയോഗികൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അറിവ് കരസ്ഥമാക്കുന്നു. അതും ഫലപ്രദമായ പ്രവർത്തനം, കാമ്യകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ, അതും ഇല്ലാതാകണം. ഭൗതിക മോഹങ്ങൾ ഇല്ലാതാകണം. ജ്ഞാനം സമ്പാദിക്കുന്നത് തന്റെ ഏകപക്ഷീയമായിട്ടുള്ള മോചനത്തിന് വേണ്ടി എന്നുള്ള ചിന്തയിൽ നിന്ന് ഒഴിവാകണം. പിന്നെ കാമ്യകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാതാകണം. ഇത് മൂന്നും ഇല്ലാതായി കഴിയും. ഭക്തി സേവനം വികസിക്കുമ്പോൾ കൃഷ്ണൻ ആഗ്രഹിക്കുന്നത് പോലെ ഭക്തർ നിരന്തരം കൃഷ്ണനെ അനുകൂലമായി സേവിക്കണം. ഭഗവാൻ എങ്ങനെ ആഗ്രഹിക്കുന്നുവോ, അതായത് അർജുനൻ ചെയ്തതുപോലെ ഭഗവാന്റെ ആഗ്രഹപ്രകാരം 18 ദിവസവും അർജുനൻ ഭഗവാൻ പറഞ്ഞതുപോലെ, ചിലപ്പോൾ ചിലതെല്ലാം തെറ്റായി എന്ന് അർജുനന് തോന്നിയെങ്കിലും ഇപ്പോൾ ഭീഷ്മരുടെ മുന്നിലേക്ക് ശിഖണ്ഡിയെ പറഞ്ഞു വിടുന്നതും, ഭഗവാൻ പറയുന്ന സമയത്ത് അർജുനൻ ഭീഷ്മർക്ക് അമ്പ് ചെയ്യുന്നതും, അതുപോലെ ദ്രോണാചാര്യരെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് യുധിഷ്ഠിരനോട് നുണ പറയാൻ പറയുന്നതും, കർണന്റെ കയ്യിൽ ആയുധമില്ലാതിരിക്കുമ്പോൾ കർണന് നേർക്ക് അമ്പ് ചെയ്യുന്നതും, ഇതെല്ലാം തന്നെ യുദ്ധത്തിന്റെ മുറകൾക്ക് വിരുദ്ധമാണ്. എങ്കിലും ഭഗവാൻ പറഞ്ഞു നീ ഇപ്പോൾ അമ്പ് വിടണം. ഭഗവാന്റെ ആഗ്രഹപ്രകാരം അർജുനൻ അങ്ങനെ യുദ്ധം ചെയ്തു. ഭഗവാന്റെ സന്തോഷത്തിനായിക്കൊണ്ട്, ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് അർജുനൻ പ്രവർത്തിച്ചു. അങ്ങനെ ഭഗവാൻ ആഗ്രഹിക്കുന്നത് പോലെ ഭക്തൻ നിരന്തരം കൃഷ്ണനെ അനുകൂലമായിട്ട് സേവിക്കണം. അതാണ് ഉത്തമമായിട്ടുള്ള ഭക്തി. അതാണ് സ്വരൂപ ലക്ഷണവും തടസ്സ ലക്ഷണവും ഉണ്ട്. സ്വരൂപ ലക്ഷണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സ്വഭാവ സവിശേഷം, യഥാർത്ഥത്തിലുള്ള ഉത്തമ ഭക്തിയുടെ പ്രാഥമികമായിട്ടുള്ള അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള സവിശേഷം എന്നുള്ളത് അന്യാഭിലാഷിത ശൂന്യമാണ്. തടസ്സ ലക്ഷണം കൂടുതൽ വികസിച്ചു വരുമ്പോൾ, ഭക്തിയുടെ സേവനം വികസിച്ചു വരുമ്പോൾ കൂടുതൽ കാണപ്പെടുന്ന ലക്ഷണങ്ങളാണ് തടസ്സ ലക്ഷണങ്ങൾ. അപ്പോൾ സ്വരൂപ ലക്ഷണം എന്നുള്ളത് അനുകൂലേന കൃഷ്ണ അനുശീലനം, തടസ്സ ലക്ഷണം അന്യാഭിലാഷിതാശൂന്യം, ജ്ഞാനകർമാദി അനാവൃതം. ഇത് രണ്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അനുകൂലേന കൃഷ്ണ അനുശീലനം, അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന പ്രവൃത്തികൾ. സ്വന്തമായിട്ട് അന്യാഭിലാഷിത ശൂന്യമാണ്, സ്വന്തമായിട്ട് ഒരാഗ്രഹവുമില്ല, ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക. അതാണ് പ്രധാനമായിട്ടുള്ള സ്വരൂപ ലക്ഷണമായിട്ട് പറയുന്നത്. തടസ്സ ലക്ഷണമായിട്ട് ജ്ഞാനകർമാദി അനാവൃതം, വേറെ ആഗ്രഹങ്ങളോ ജ്ഞാനത്തിന്റെയോ കർമ്മത്തിന്റെയോ ആ ഒരു ഉള്ളടക്കമില്ലാതെ ഭഗവാൻ അനുകൂലമായിട്ട് അന്യാഭിലാഷിത ശൂന്യമായിട്ട് പ്രവർത്തിക്കുക. സ്വരൂപ ലക്ഷണം എന്നുള്ളത് യഥാർത്ഥ സ്വഭാവ സവിശേഷതകളിൽ അനുകൂലേന, തൃപ്തികരമായ അനുകൂല ഉദ്ദേശത്തോടെയാണ് ഭക്തി നടപ്പിലാക്കുന്നത്. കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ അവതരിപ്പിക്കുന്നു. ഉദാഹരണമായിട്ട് യശോദ അമ്മ, പിന്നെ നന്ദഗോപർ, വൃന്ദാവനത്തിലെ ഗോപിക ഗോപാലന്മാർ, ഇവരെല്ലാവരും ഭഗവാൻ എന്താണോ ഇഷ്ടം അതനുസരിച്ച് മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ യശോദാമ്മ കൃഷ്ണനെ ശിക്ഷിച്ചില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണനോടുള്ള വാത്സല്യം അധികമായിട്ടാണ്. കാരണം എന്റെ കൃഷ്ണൻ വഴിതെറ്റി പോകുമോ, മറ്റുള്ളവരെല്ലാവരും കൃഷ്ണനെ കുറിച്ച് കുറ്റം പറയുന്നു, കൃഷ്ണൻ അവരുടെ വീട്ടിൽ പോയിട്ട് വെണ്ണ കക്കുന്നു, അങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ യശോദാമ്മയ്ക്ക് തന്റെ മകന്റെ ആ കള്ളത്തരങ്ങളെല്ലാം കുറയ്ക്കണം എന്നുള്ള ആ ഒരു വിചാരത്തോടു കൂടി കൃഷ്ണനെ കെട്ടിയിടുവാനായിട്ട് യശോദാമ്മ പരിശ്രമിക്കുന്നു. കാരണം മകനോടുള്ള ആ വാത്സല്യം അനുകൂല ഭാവത്തോടെ, തന്റെ മകനാണ്, തന്റെ മകനെ എല്ലാവരും കുറ്റം പറയുന്നത് ഇല്ലാതാക്കണം, തന്റെ മകന്റെ വികൃതികൾ കുറയ്ക്കണം എന്നുള്ള എല്ലാം ഉദ്ദേശത്തോടു കൂടിയാണ് യശോദാമ്മ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് അനുകൂലമായിട്ടുള്ള ഭഗവാനോടുള്ള സേവനമാണ്. എന്നാൽ കംസൻ, രാവണൻ മുതലായവർ ചെയ്തതാണെങ്കിലോ അവർ ഭഗവാന് പ്രതികൂലമായിട്ട്, ഭഗവാനെ വധിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരെ ഉപദ്രവിക്കുവാനായിട്ട് അവർ ശ്രമിക്കുന്നു. അപ്പോൾ അത്
പ്രതികൂലമായിട്ടാണ്. അവരും കൃഷ്ണനെ സദാസമയവും ചിന്തിച്ചു കൊണ്ടിരുന്നു. പക്ഷെ എങ്കിലും അവരുടെ ഉള്ളിൽ ഭഗവാനോട് അനുകൂലമായിട്ടുള്ള സേവന ഭാവമായിരുന്നില്ല, പിന്നെയോ പ്രതികൂലമായിട്ടുള്ള ചിന്തകളായിരുന്നു അത്. പക്ഷെ അങ്ങനെയുള്ളവരെയും ഇവിടെ എഴുതിയിരിക്കുന്നത് കംസൻ, രാവണൻ തുടങ്ങിയ രാക്ഷസന്മാർ കൃഷ്ണന് തന്റെ ഭക്തരോട് പോരാടാനും സംരക്ഷിക്കാനും അവസരം നൽകിക്കൊണ്ട് കൃഷ്ണനെ സന്തോഷിപ്പിക്കുന്നു. അവരും ഭഗവാനെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. എങ്ങനെയാണത്? പ്രതികൂലമായിട്ടാണെങ്കിൽ കൂടെ, അത് ഉത്തമ ഭക്തി അല്ല എങ്കിൽ കൂടെ അവരും ഭഗവാന് സന്തോഷം നൽകി. എങ്ങനെ? അവർ അയച്ച രാക്ഷസന്മാർ ഗോകുലത്തിലെ, വൃന്ദാവനത്തിലെ കൃഷ്ണന്റെ ഭക്തന്മാരെ ആക്രമിക്കാൻ വരുമ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ, അവരെ സംരക്ഷിച്ചുകൊണ്ട് ഭഗവാൻ ഈ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്ത് ഭക്തന്മാരെ സംരക്ഷിച്ചു. അതുവഴി വൃന്ദാവനത്തിലെ ഭക്തന്മാർക്ക് ഭഗവാനോട് അതിയായ വാത്സല്യം വർദ്ധിക്കുന്നു. കൃഷ്ണൻ തങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പുണ്ടാകുന്നു അവരുടെ ഉള്ളിൽ. അങ്ങനെ അവരും, ആ രാക്ഷസന്മാരും ഭഗവാനോട് ഒരു വിധത്തിൽ സന്തോഷം നൽകി എന്നാണ് ഇവിടെ പറയുന്നത്. എതിരായിട്ടുള്ള കൃഷ്ണ അനുശീലനം, അനുകൂലമായിട്ടുള്ള കൃഷ്ണ അനുശീലനം രണ്ടുമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അനുകൂലമായ കൃഷ്ണ അനുശീലനമാണ്, കൃഷ്ണ സേവനമാണ് ഉത്തമമായിട്ടുള്ള ഭക്തിയായിട്ട് കണക്കാക്കുന്നത്. എതിരായിട്ടുള്ള കൃഷ്ണന്റെ സേവനങ്ങൾ, ഇപ്പോൾ ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ, ഇവരെല്ലാവരും തന്നെ ഭഗവാന്റെ ആ യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുത്തു. ഭഗവാന്റെ മുന്നിൽ വന്ന് യുദ്ധം ചെയ്ത് അവർ ഭഗവാന്റെ യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുത്തു. എങ്കിലും അവരുടെ അവബോധം കൃഷ്ണന് എതിരായിരുന്നത് കൊണ്ട് അത് എതിരായിട്ടുള്ള സേവനമായിട്ടാണ് കണക്കാക്കുന്നത്, അനുകൂലമായിട്ടുള്ളതല്ല. അനുകൂലമായിട്ടുള്ള സേവനം എന്നുള്ളത് പ്രീതി, വാത്സല്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, ഭക്തിയോടുകൂടി ഭഗവാനെ സേവിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ സ്വരൂപ ലക്ഷണമായിട്ട് ഇവിടെ പറയുന്നത് അനുകൂലേന കൃഷ്ണ സേവനം, അതാണ് സ്വരൂപ ലക്ഷണമായിട്ട് പറയുന്നത്. ഇനി ശുദ്ധമായ അനുകൂല കൃഷ്ണാനുശീലനം എന്ന് പറയുമ്പോൾ ശുദ്ധമായ ഭക്തി സേവനം കൃഷ്ണന് വേണ്ടിയാണ്, മറ്റാർക്കും വേണ്ടിയല്ല എന്ന് മനസ്സിലാക്കണം. ഭഗവാനെ സേവിക്കുക എന്നുള്ളത് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അതുവഴി നമ്മുടെ ആന്തരികമായിട്ടുള്ള എന്തെങ്കിലും സന്തോഷം പൂർത്തീകരിക്കുകയല്ല, പിന്നെയോ ഭഗവാന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഭഗവാന്റെ സന്തോഷമാണ് പ്രധാനം. ശുദ്ധമായ ഭക്തി സേവനത്തിന്റെ ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ സവിശേഷത അത് കൃഷ്ണന് വേണ്ടിയാണ്, മറ്റാർക്കും വേണ്ടിയല്ല എന്നതാണ്. കൃഷ്ണൻ എന്നതിന്റെ അർത്ഥം കൃഷ്ണനും അവിടുത്തെ വ്യക്തിഗത വികാസങ്ങളും. അതിനാൽ കൃഷ്ണനിൽ അത്തരം എല്ലാ വിപുലീകരണങ്ങളും അവിടുത്തെ ശുദ്ധഭക്തരും ഉൾപ്പെടുന്നു. നമുക്ക് കൃഷ്ണനെ നേരിട്ട് സ്നേഹിക്കാനും സേവിക്കാനും, അല്ലെങ്കിൽ കൃഷ്ണനുമായി വ്യക്തമായി ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുക്കളെയും വ്യക്തികളെയും സ്നേഹിക്കാനും സേവിക്കാനും കഴിയും. അപ്പോൾ ഭഗവാൻ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഓരോ ഫോട്ടോയും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും ഒറ്റയ്ക്കല്ല. അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിന്റെ സേവകന്മാർ, ഒന്നുകിൽ അദ്ദേഹത്തിന്റെ ഫ്ലൂട്ട് അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പശുക്കുട്ടിയാണെങ്കിലും ഭഗവാനോടൊപ്പം ഉണ്ടാകും, അല്ലെങ്കിൽ ആ വൃന്ദാവനത്തിലെ മറ്റു മൃഗങ്ങൾ, അല്ലെങ്കിൽ ഗോപാലന്മാർ, ഗോപികമാർ, യശോദാമ്മ, നന്ദഗോപർ, ആരെങ്കിലും ഭഗവാനോടൊപ്പം ഉണ്ടാകും. അപ്പോൾ ഭഗവാൻ എന്ന് പറയുമ്പോൾ, കൃഷ്ണൻ എന്ന് പറയുമ്പോൾ കൃഷ്ണനും അദ്ദേഹത്തിനോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ മറ്റ് സേവകന്മാരും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റ് പാരാഫെർനേലിയ എന്നാണ് പ്രഭുപാദ പറയുന്നത്. കൃഷ്ണ ആൻഡ് ഹിസ് പാരാഫെർനേലിയ എന്ന്. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ കൃഷ്ണനെ ഒറ്റയ്ക്കല്ല നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുന്നത്, പിന്നെയോ ഭഗവാനോടൊപ്പം ഭഗവാന്റെ മറ്റ് വ്യക്തിഗത വികാസങ്ങൾ എന്നാണ് പറയുന്നത്. വ്യക്തിഗത വികാസങ്ങൾ എന്ന് പറയുമ്പോൾ ഭഗവാനും ഭഗവാന്റെ ഓടക്കുഴലും വ്യത്യസ്തമല്ല. ഭഗവാന്റെ തന്നെ സേവകനാണ് ഭഗവാന്റെ ഓടക്കുഴലും. അതുപോലെ വൃന്ദാവനവും ധാമം ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല, ഗോവർദ്ധനവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. അങ്ങനെ നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഭഗവാന്റെ ഭക്തന്മാരുടെ ആ ഒരു ഭഗവാനോടൊപ്പം അവരും കൂടെ ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭഗവാനെയും ആ ഭഗവാന്റെ ഭക്തവൃന്ദത്തെയും സ്നേഹിക്കാൻ കഴിയുക,
അവരെ സേവിക്കുക, ഇതെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള കൃഷ്ണ അനുശീലനമാണ്. അതായത് ചില ഭക്തന്മാർ ഗോവർദ്ധനഗിരിയുടെ അടുക്കൽ താമസിച്ച് ആ ഗോവർദ്ധനത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഗോവർദ്ധനം എന്നുള്ളത്. അല്ലെങ്കിൽ ചിലർ വൃന്ദാവനത്തിൽ താമസിച്ചുകൊണ്ട് ആ വൃന്ദാവനത്തിലെ ആ ഒരു സാഹചര്യത്തിൽ ഭഗവാന്റെ ഭക്തിയുത സേവനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം വൃന്ദാവനവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല, അല്ലെങ്കിൽ വേർപ്പെടുന്നില്ല എന്നുള്ള ചിന്ത കൊണ്ട് അങ്ങനെയുള്ള ആ ഒരു ഭക്തി ഉത്തമ ഭക്തിയായിട്ട് കണക്കാക്കുന്നു. കാരണം ഭഗവാൻ എന്ന് പറയുമ്പോൾ ഭഗവാനും അദ്ദേഹത്തിന്റെ ആ വ്യക്തിഗത വികാസങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കുരുക്ഷേത്ര യുദ്ധം എങ്ങനെ ഭക്തന്മാർക്ക് സ്വീകാര്യമാകുന്നു. അവിടെ യുദ്ധമല്ലേ നടന്നത്? അവിടെ ആ 18 അക്ഷൗഹിണിയിലെ എല്ലാവരും മരിച്ചു പോയില്ലേ എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് കുരുക്ഷേത്ര യുദ്ധം നടന്നത്. അതുകൊണ്ട് കുരുക്ഷേത്ര യുദ്ധവും ഭക്തന്മാർക്ക് സ്വീകാര്യമാണ്. അവിടെ ഭഗവത്ഗീത ഭഗവാൻ അരുളി ചെയ്തത് കുരുക്ഷേത്ര യുദ്ധകളത്തിലാണ്. അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ളത് കൊണ്ട് കുരുക്ഷേത്ര യുദ്ധം ഭക്തന്മാർക്ക് സ്വീകാര്യമാണ് എന്ന്. അല്ലെങ്കിൽ കൃഷ്ണനില്ലെങ്കിൽ ഇതൊന്നും തന്നെ ഭക്തന്മാർക്ക് സ്വീകാര്യമാകുന്നില്ല. പക്ഷേ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഭഗവാന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് കുരുക്ഷേത്ര യുദ്ധം നടന്നത്. ഭഗവാന്റെ തീരുമാനമായിരുന്നു അവിടെ യുദ്ധം നടക്കണം, പാഞ്ചപാണ്ഡവന്മാർ ജയിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ആ യുദ്ധത്തിന് പ്രാധാന്യം വരുന്നു. അനുകൂലേന കൃഷ്ണാനുശീലനം ആയിട്ട് മാറുന്നു, അത് ഉത്തമ ഭക്തിയായിട്ട് മാറുന്നു എന്ന്. സ്വരൂപ ലക്ഷണം വീണ്ടും പറയുകയാണ്. അനുശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അനുകൂലേന മനസ്സിലായി, ഭഗവാന്റെ സന്തോഷത്തിനായിക്കൊണ്ട് ഭഗവാന്റെ തൃപ്തിക്കായിക്കൊണ്ട് നമ്മൾ സേവനങ്ങൾ ചെയ്യുക. പക്ഷെ അനുശീലനം എന്ന് പറഞ്ഞാൽ പിന്തുടരുക. നമ്മുടെ പെരുമാറ്റം അല്ലെങ്കിൽ സേവനം മറ്റുള്ള നമ്മുടെ പൂർവിക ആചാര്യന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വേണ്ടിയിരിക്കണം. അതാണ് പറയുന്നത്. ശുദ്ധമായ ഭക്തി നിഷ്ക്രിയമല്ല, പക്ഷെ അത് സജീവമായ ഇടപെടലാണ്. നാം കൃഷ്ണനെ സ്നേഹിക്കുന്നുവെങ്കിൽ കൃഷ്ണനെ പ്രസാദിപ്പിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. അപ്പോൾ അതിന് കൃഷ്ണാവബോധത്തിന് അല്ലെങ്കിൽ ശുദ്ധഭക്തിക്ക് 2 വശങ്ങളുണ്ട് എന്ന് പറയുന്നു. എന്തൊക്കെയാണ്? അനുശീലനം എന്ന് പറഞ്ഞാൽ സേവനമാണ്. ഭഗവാനെ അനുകൂലമായിട്ട് സേവിക്കുക. ആ സേവനം എങ്ങനെയായിരിക്കണം? പൂർവിക ആചാര്യന്മാരുടെ കാലടികളെ പിന്തുടർന്നുകൊണ്ടായിരിക്കണം. അതായത് അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് പ്രവൃത്തി, പിന്നൊന്ന് നിവൃത്തി. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കൃഷ്ണാവബോധത്തിന് അനുകൂലമായ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുക അല്ലെങ്കിൽ ചെയ്യുക. നിവൃത്തി എന്ന് പറഞ്ഞാൽ കൃഷ്ണാവബോധത്തിന് പ്രതികൂലമായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. അതാണ് ആനുകൂല്യേന. അതായത് അനുകൂലമായിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. അതിനെ പ്രവൃത്തി എന്ന് പറയുന്നു. അനുകൂലമായിട്ടുള്ള സേവനങ്ങളാണ്. ഭക്തി വർദ്ധിപ്പിക്കാനും ഭഗവാന്റെ സന്തോഷത്തിനും വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്യുക, അത് പ്രവൃത്തി. നിവൃത്തി എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. കൃഷ്ണാവബോധത്തിനെ സഹായിക്കാത്ത കർമ്മങ്ങളെയെല്ലാം നമ്മൾ ഒഴിവാക്കുന്നു, പ്രതികൂലമായ പ്രവർത്തനങ്ങൾ. ആനുകൂല്യസ്യ സങ്കല്പഃ പ്രാതികൂല്യസ്യ വർജനം. അനുകൂലമായതിനെ സ്വീകരിക്കുക, പ്രതികൂലമായതിനെ വർജിക്കുക എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീല രൂപ ഗോസ്വാമി ഉപയോഗിച്ച പ്രത്യേക പദം അനുശീലനം, അല്ലെങ്കിൽ മുൻഗാമിയായ ആചാര്യനെ പിന്തുടർന്ന് ഭക്തി വളർത്തിയെടുക്കുക എന്നതാണ്. ഭക്തി വളർത്തിയെടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നാം പ്രവർത്തനത്തെ സൂചിപ്പിക്കണം. പ്രവർത്തനമില്ലാതെ ബോധം മാത്രം നമ്മെ സഹായിക്കില്ല. അത് പ്രഭുപാദ പറയുന്നത് ഡിവോഷൻ അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുമ്പോൾ വെറും ഭക്തിയല്ല. പ്രഭുപാദ പറയുന്നത് ഡിവോഷണൽ സർവീസ്, ഭക്തിയുത സേവനം എന്നാണ് പ്രഭുപാദ പറയുന്നത്. കാരണം സേവനമില്ലാതെ അവിടെ ഭക്തി ഉണ്ടാകുന്നില്ല. ഭക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ സേവിക്കണം, നമ്മൾ അവിടെ പ്രവർത്തി ചെയ്യണം, അല്ലെങ്കിൽ ഭക്തി വളരുന്നില്ല. നമ്മൾ വെറുതെ ഒരു ദിക്കിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഭഗവാനെ സങ്കല്പിക്കാനോ സ്മരിക്കാനോ
ഭഗവാന്റെ നാമം ഉച്ചരിക്കാനോ മാത്രം ചെയ്തു കഴിഞ്ഞാൽ ആ ഭക്തി വളരുന്നില്ല. പിന്നെയോ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും കൊണ്ട് ഭഗവാന്റെ സേവനങ്ങൾ നമ്മൾ ചെയ്യണം. നാവ് കൊണ്ട് ഭഗവാന്റെ നാമം ഉച്ചരിക്കുക, കണ്ണുകൾ കൊണ്ട് ഭഗവാന്റെ സുന്ദരമായ രൂപത്തെ ദർശിക്കുക, കൈകൾ കൊണ്ട് ഭഗവാന് വേണ്ടി പല പല സേവനങ്ങൾ, ഭഗവാനെ അലങ്കരിക്കുക, ഭഗവാനെ അഭിഷേകം ചെയ്യുക, ഭഗവാനെ അലങ്കരിക്കുക, ഭഗവാന് നിവേദ്യമുണ്ടാക്കുക, അങ്ങനെ എത്ര കാര്യങ്ങൾ നമുക്ക് ഭഗവാന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നു. ചെവി കൊണ്ട് ഭഗവാനെ കുറിച്ച് നിരന്തരം കേൾക്കുക. ഇങ്ങനെയുള്ള സേവനങ്ങളില്ലാതെ ഭക്തി വളരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രവൃത്തി അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള സേവനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു? കാരണം നമ്മൾ കനിഷ്ഠ അധികാരികളാണ്. നമ്മൾ ഭക്തിയുടെ സേവനം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഭഗവാന്റെ അനുകൂലമായിട്ടുള്ള സേവനങ്ങൾ ഏതൊക്കെ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതിന് രൂപഗോസ്വാമി പറയുന്നത്, മുൻഗാമിയായിട്ടുള്ള, നമുക്ക് മുൻപുണ്ടായിട്ടുള്ള ആചാര്യന്മാരുടെ കാലടികളെ പിന്തുടർന്ന് അവർ ചെയ്തതുപോലെ നമ്മൾ ഭക്തിയുടെ സേവനം അവരെ പിന്തുടർന്ന് ചെയ്യുക. അങ്ങനെ ഭക്തി വളർത്തിയെടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് പ്രഭുപാദരുടെ നിർദ്ദേശങ്ങളെ നമ്മൾ അതേപടി സ്വീകരിക്കണം എന്ന് പറയുന്നത്. അതായത് നമുക്ക് സ്വന്തമായിട്ട് ഇതിനെക്കുറിച്ച് അറിവൊന്നുമില്ല, നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലെ ഭഗവാന് സന്തോഷകരമായ കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളെ അതേപടി സ്വീകരിക്കുക. പ്രഭുപാദ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അതേപടി അനുസരിക്കുക. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഡിവോഷണൽ സർവീസ്, ഭക്തിയുത സേവനം. ആ സേവനമില്ലാതെ നമ്മുടെ അവബോധത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധ്യമല്ല എന്നാണ് ഇവിടെ രൂപഗോസ്വാമിയും പറയുന്നത്. അങ്ങനെ ഒരു ഇടവേളയും കൂടാതെ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് നിരന്തരം ഒരു തടസ്സമില്ലാതെ ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരു ഇടവേളയും കൂടാതെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടണം എന്ന് അനു എന്ന വാക്ക് സൂചിപ്പിക്കുന്നു. ഭക്തൻ 100% എല്ലായ്പ്പോഴും സേവനത്തിൽ ഏർപ്പെട്ടിരിക്കണം. ഭക്തി സേവനത്തിന്റെ അത്തരം പുരോഗതിക്ക് ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഭക്തിയുടെ സേവനത്തിന് ഒരു തടസ്സവും വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് പ്രാതികൂല്യസ്യ വർജനം. കൃഷ്ണാവബോധത്തിന് സഹായിക്കാത്ത കാര്യങ്ങളെ എല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കുക. കാരണം അത് നമ്മുടെ ഭക്തിക്ക് തടസ്സമുണ്ടാക്കുന്നു. അപ്പോൾ ഒരു ദിവസം ജപിച്ചില്ലെങ്കിൽ ഇന്നത്തെ ജപം മുടങ്ങാനുള്ള കാരണം എന്തായിരുന്നു എന്ന് ആലോചിക്കണം നമ്മൾ. ഒരു ദിവസം ജപിച്ചില്ലെങ്കിൽ അത്രമാത്രം നമ്മുടെ അവബോധം പിന്നീട് വളരാൻ താമസിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങളെ എല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കാനായിട്ട് പരിശ്രമിക്കുക. അങ്ങനെ അനു എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം അങ്ങനെ 2-3 ഇവിടെ നിരന്തരം പിന്തുടരുക എന്നുണ്ട്. അപ്പോൾ ഇടവേള കൂടാതെ, തടസ്സമില്ലാതെ എന്നുള്ള അർത്ഥവും അതിന് വരുന്നുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അനു എന്ന് പറയുമ്പോൾ നിരന്തരം പിന്തുടരുക, നിരന്തരം, അതായത് തടസ്സമില്ലാതെ ആ ഭക്തിയുടെ സേവനത്തെ നമ്മൾ പിന്തുടരണം എന്ന് പറയുന്നു. അപ്പോൾ സ്വരൂപ ലക്ഷണത്തിന്റെ യഥാർത്ഥ സ്വഭാവ സവിശേഷതകൾ വീണ്ടും അനുകൂലേന കൃഷ്ണന്, നമ്മുടെ ആ പ്രവർത്തികളിൽ നിന്ന് കൃഷ്ണന് സന്തോഷം ലഭിക്കണം. അങ്ങനെ നമ്മൾ ആലോചിക്കണം, നമ്മൾ ഈ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഭഗവാന് സന്തോഷം ലഭിക്കുന്നുണ്ടോ, ഭഗവാന് തൃപ്തിയാകുമോ എന്നുള്ള ആലോചനയോടുകൂടി നമ്മൾ പ്രവൃത്തികൾ ചെയ്യണം. കൃഷ്ണനോടുള്ള ഭക്തന്റെ മനോഭാവം അനുകൂലമായിരിക്കണം. കൃഷ്ണനും വിവിധ വിപുലീകരണങ്ങളും, കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ, പിന്നെ ഭഗവാനോടൊപ്പമുള്ള മറ്റ് പാരാഫെർണേലിയ, അത് ആരുമായിക്കൊള്ളട്ടെ, ഒന്നുകിൽ പശുക്കുട്ടികളോ പശുക്കളോ അല്ല, കാട്ടിലുള്ള മറ്റു മൃഗങ്ങളോ അല്ല, ഭഗവാന്റെ ഗോപാല സുഹൃത്തുക്കളോ ഗോപികമാരോ ആരോ ആയിക്കൊള്ളട്ടെ, അവരെല്ലാവരും തന്നെ ഭഗവാൻ എന്നുള്ള പേരിനൊപ്പം ചേർന്നിരിക്കുന്നു. കൃഷ്ണന്റെ വ്യക്തിഗത സാമഗ്രികളായിട്ടുള്ള മഞ്ഞപ്പട്ട്, ഓടക്കുഴൽ, മയിൽപീലി, ഇതെല്ലാം തന്നെ ഭഗവാന്റെ വ്യക്തിഗത സാമഗ്രികളാണ്. അതുകൂടാതെ ഭഗവാന്റെ പരിശുദ്ധരായിട്ടുള്ള ഭക്തന്മാർ, ഇവരെല്ലാവരും ചേരുന്നു കൃഷ്ണൻ എന്നുള്ള പേര് പറയുമ്പോൾ. അല്ലാതെ കൃഷ്ണനെ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കായിട്ട് കാണരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ അത് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഭഗവാൻ എന്ന് പറയുമ്പോൾ ഭഗവാനും
ഭഗവാന്റെ മറ്റ് പാരാഫെർണേലിയയും എന്ന് പറയുന്നു. അത് ആര് പറഞ്ഞു തരുന്നു? മുൻഗാമിയായ ആചാര്യന്മാർ നമുക്ക് അങ്ങനെ പറഞ്ഞു തരുന്നു. അങ്ങനെ വേണം നമ്മളും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ. അതാണ് അനുകൂലേന കൃഷ്ണ അനുശീലനം. ഇനി തടസ്ഥ ലക്ഷണമാണ്. അതാണ് തടസ്ഥ ലക്ഷണമാണ് ആദ്യത്തെ രണ്ട് ആ ശ്ലോകത്തിലെ ആദ്യത്തെ വാക്കുകൾ എന്ന് പറയുന്നത്. അന്യാഭിലാഷിത ശൂന്യം, ശുദ്ധമായ ഭക്തി സേവനം എല്ലാ ഗൂഢ ലക്ഷ്യങ്ങളിൽ നിന്നും മുക്തമാണ്. ഏക ലക്ഷ്യം കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക എന്നതായിരിക്കണം. എല്ലാ ഗൂഢ ലക്ഷ്യങ്ങളിലും, അതായത് സ്വാർത്ഥമായിട്ടുള്ള നമ്മുടെ ശാരീരികമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യങ്ങളൊന്നും തന്നെ അതിലില്ല. ശുദ്ധമായ ഭക്തി സേവനം എന്ന് പറയുമ്പോൾ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രം. അതിന് ഉദാഹരണമായിട്ട് 7ാമത്തെ സ്കന്ധത്തിൽ, ഭാഗവതത്തിന്റെ 7ാമത്തെ സ്കന്ധത്തിൽ പ്രഹ്ലാദ മഹാരാജാവിന്റെ പ്രാർത്ഥനകളെ കൊടുത്തിരിക്കുന്നു. പ്രഹ്ലാദ മഹാരാജാവ് നരസിംഹ ഭഗവാൻ ഹിരണ്യകശിപുവിനെ വധിച്ചതിന് ശേഷം അദ്ദേഹം വളരെയധികം നരസിംഹ ഭഗവാൻ വളരെയധികം ക്രോധത്തിലാണ്. അദ്ദേഹത്തിന്റെ ക്രോധത്തെ തണുപ്പിക്കുവാൻ ആർക്കും സാധിക്കുന്നില്ല. ബ്രഹ്മാവും മറ്റു ദേവന്മാരും എല്ലാം പേടിച്ചിരിക്കുന്നു. അവസാനം ബ്രഹ്മാവ് പ്രഹ്ലാദകുമാരനോട് പറയുന്നു, അങ്ങ് നീ തന്നെ പോയിട്ട് നിന്റെ ഭഗവാനെ സന്തോഷിപ്പിക്കണം, അദ്ദേഹത്തിന്റെ ക്രോധത്തെ തണുപ്പിക്കണം. അങ്ങനെ പ്രഹ്ലാദകുമാരൻ നരസിംഹ ഭഗവാനെ ഒരുപാട് സ്തുതിക്കുന്നു. ആ സ്തുതികളെല്ലാം കേട്ട് ഭഗവാൻ ശാന്തനാകുന്നു. ആ ശാന്തനായ ഭഗവാൻ പ്രഹ്ലാദകുമാരനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് എന്താണ് വരം വേണ്ടത് എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും പ്രഹ്ലാദകുമാരന് വിഷമമായി. കാരണം അദ്ദേഹം പറയുന്നത് എന്താണ്? പ്രഹ്ലാദകുമാരൻ രാജാവ് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട പ്രഭോ പരമോന്നത ഭഗവാനെ, ഞാനൊരു നിരീശ്വര കുടുംബത്തിൽ ജനിച്ചതിനാൽ സ്വാഭാവികമായും ഭൗതിക ആസ്വാദനത്തോട് ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ദയവായി ഈ മിഥ്യാധാരണകൾ ഉപയോഗിച്ച് എന്നെ പ്രലോഭിപ്പിക്കരുത്. അതായത് നമുക്ക് ആരെങ്കിലും വളരെ നമ്മളെക്കാൾ ഉന്നതരായിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, ഞാൻ വേണമെങ്കിൽ കൊണ്ടേ തരാം, എനിക്ക് അതിനെല്ലാം കഴിയും എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹമായി, ശരിയാണ്, എന്ത് ഭൗതികമായിട്ടുള്ള ആ വസ്തുക്കൾ ഈ വസ്തുക്കൾ എല്ലാം അയാൾക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ നമുക്കത് നല്ലതാകുമല്ലോ. പക്ഷെ പ്രഹ്ലാദകുമാരൻ പറയുന്നത്, അദ്ദേഹം അടുത്ത രാജാവായിട്ട് അദ്ദേഹത്തെയാണ് ചുമതല ഏൽപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഭൗതികമായിട്ടുള്ള വസ്തുക്കളെ എനിക്ക് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ പ്രലോഭിപ്പിക്കരുത്. ഞാനൊരു അസുര കുടുംബത്തിൽ ജനിച്ചതാണ്. അസുരന്മാര് എന്താണ്? രാജസികരാണ് കൂടുതലും. അവർക്ക് ഭൗതിക സുഖഭോഗങ്ങളിലാണ് ആസക്തി. ഹിരണ്യകശിപു അങ്ങനെയായിരുന്നല്ലോ. അങ്ങനെ ആ ആസക്തി, ഭൗതിക സുഖഭോഗങ്ങൾ അനുഭവിക്കാനുള്ള ആസക്തി വർദ്ധിച്ച് വന്നിട്ടാണ് ഭഗവാനെ ധിക്കരിക്കാൻ തുടങ്ങിയത്. ഭഗവാൻ അവസാനം വധിച്ചത്. രാവണൻ, കംസൻ, ഇവരെല്ലാവരും ആ രാക്ഷസീയ സ്വഭാവമുള്ളവരെല്ലാവരും രാജസിക സ്വഭാവങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നവരാണ്. അപ്പോൾ പ്രഹ്ലാദകുമാരൻ പറയുന്നത്, ഞാൻ ആ വംശത്തിൽ ജനിച്ചവനാണെങ്കിലും എനിക്ക് അതിലൊന്നിലും ആഗ്രഹമില്ല, അങ്ങ് എനിക്ക് വരം തരാമെന്ന് പ്രലോഭിപ്പിച്ച് എന്നെ ആ ഭൗതികതയിലേക്ക് വലിച്ചിടയ്ക്കരുത് എന്ന് പ്രഹ്ലാദകുമാരൻ പറയുന്നു. അതിനാൽ ദയവായി ഈ മിഥ്യാധാരണകൾ ഉപയോഗിച്ച് എന്നെ പ്രലോഭിപ്പിക്കരുത്. ഭൗതിക സാഹചര്യങ്ങളെ ഞാൻ വളരെയധികം ഭയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഭൗതികമായ സുഖ സൗകര്യങ്ങൾ പ്രഹ്ലാദകുമാരന് വേണ്ട എന്ന് പറയുന്നത്? കാരണം ഭൗതിക ജീവിതത്തിൽ നിന്ന് സ്വതന്ത്രനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഭൗതിക ജീവിതം എന്നുള്ളത് ഭഗവാൻ തന്നെ പറയുന്നത്, ഇത് ഒരു ദുഃഖാലയം, അശാശ്വതം എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. ആ ദുഃഖാലയമായിട്ടുള്ള അല്ലെങ്കിൽ അശാശ്വതമായിട്ടുള്ള ഈ ഭൗതിക ജീവിതത്തെ പ്രഹ്ലാദകുമാരൻ ഭയപ്പെടുന്നു. കാരണം ഇവിടെ ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ നിന്നുള്ള മോചനം വളരെയധികം അസാധ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രഹ്ലാദകുമാരൻ പറയുന്നു, ഇക്കാരണത്താലാണ് ഞാൻ അങ്ങയുടെ പാദകമലങ്ങളിൽ അഭയം പ്രാപിച്ചത്. ഈ ഭൗതിക ജീവിതം എനിക്ക് വേണ്ട, ഇവിടത്തെ സുഖ സൗകര്യങ്ങളെ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് വരം തരാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പ്രലോഭിപ്പിക്കരുതേ എന്ന് പ്രഹ്ലാദകുമാരൻ അഭ്യർത്ഥിക്കുന്നു. അല്ലാത്ത പക്ഷം, ഓ എന്റെ ഭഗവാനെ, ലോകത്തിന്റെ പരമോന്നത ഉപദേഷ്ടാവേ, അങ്ങയുടെ ഭക്തനോട് വളരെ ദയവുള്ളവനാണ്.
ഭക്തന് പ്രയോജനകരമല്ലാത്ത എന്തെങ്കിലും ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കാൻ നിനക്ക് കഴിയില്ല. മറുവശത്ത് ഭക്തി സേവനത്തിന് പകരമായി എന്തെങ്കിലും ഭൗതിക നേട്ടം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അവിടുത്തെ ശുദ്ധഭക്തനാകാൻ കഴിയില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വരം തരാമെന്ന് അങ്ങ് പറയുകയാണെങ്കിൽ ഞാനത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് കച്ചവടമാകുന്നു എന്ന് പ്രഹ്ലാദകുമാരൻ പറയുന്നു. അതായത് എന്റെ ഭക്തിക്ക് പകരമായിട്ട് അങ്ങ് എനിക്ക് വരം തരികയാണ്, ഭൗതികമായ നേട്ടങ്ങളെ അങ്ങ് തരാൻ ആഗ്രഹിക്കുന്നു. അത് കച്ചവടമല്ലേ? എനിക്ക് അങ്ങയുടെ സന്തോഷം മാത്രമാണ് ആഗ്രഹമായിട്ടുള്ളത്. എനിക്ക് എന്റെ ഭക്തിക്ക് പകരമായിട്ട് ഒന്നും തന്നെ വേണ്ട എന്ന് അദ്ദേഹം പറയുന്നത്. അത് കാരണം ഒരാൾ എന്തെങ്കിലും താൻ ഭക്തിയുടെ സേവനങ്ങൾ ചെയ്ത് അതിന് പകരമായിട്ട് എന്തെങ്കിലും ഭൗതിക വസ്തുക്കളെ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് പരിശുദ്ധമായ ഭക്തിയല്ല. പരിശുദ്ധമായ ഭക്തി എന്നുള്ളത് അന്യ അഭിലാഷിത ശൂന്യം, ഭൗതികമായ ഒന്നും തന്നെ ആഗ്രഹിക്കാതെ ഭഗവാന്റെ സന്തോഷം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഭക്തിയാണ് ഉത്തമമായ ഭക്തി. അതുകൊണ്ട് ഈ പ്രഹ്ലാദകുമാരൻ പറയുന്നു, എനിക്ക് കച്ചവടം ചെയ്യാൻ ആഗ്രഹമില്ല, അങ്ങ് എന്നോട് വരം വേണമോ എന്ന് ചോദിച്ചെന്നെ പ്രലോഭിപ്പിക്കരുത് എന്ന് പ്രഹ്ലാദകുമാരൻ പറയുന്നു. അതാണ് തടസ്ഥ ലക്ഷണം. അതായത് അധികരിച്ച സ്വഭാവവിശേഷതകൾ എന്ന് പറയുമ്പോൾ അനുകൂലമായിട്ടുള്ള കൃഷ്ണാനുശീലനത്തെക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഉത്തമ ഭക്തിയിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ട്. എന്താണത്? അന്യ അഭിലാഷിത ശൂന്യമാണത്. ആ ഭക്തൻ ഭഗവാന്റെ സന്തോഷമല്ലാതെ വേറൊന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അധികരിച്ച ഒരു സവിശേഷതയായിട്ട് പറയുന്നത്. പിന്നെയോ രണ്ടാമതായിട്ട് ജ്ഞാനകർമാദി അനാവൃതം. പരിശുദ്ധ ഭക്തി എന്ന് പറയുമ്പോൾ അതിൽ ജ്ഞാനമോ കർമ്മമോ ഉൾപ്പെടുന്നില്ല. അത് പരിശുദ്ധ ഭക്തി മാത്രമാണ്. ശുദ്ധമായ ഭക്തി സേവനം ദാർശനികമോ ഫലപ്രദമോ ആയ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നില്ല. പ്രഭുപാദ വിശദീകരിക്കുന്നു, അതിനാൽ ദാർശനിക ഊഹാപോഹങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം കൃഷ്ണൻ എല്ലാ കാരണങ്ങളുടെയും കാരണം ആണ് എന്ന് മനസ്സിലാക്കണം. അതിനാൽ ഒരാൾ ഭഗവാന് കീഴടങ്ങണം എന്ന ധാരണയോടെ ആയിരിക്കണം. നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ജ്ഞാനമോ കർമ്മമോ ഉണ്ടാകരുത്. ജ്ഞാനം എന്നുള്ളത് ആധ്യാത്മികമായിട്ടുള്ള അറിവ് സമ്പാദിക്കുമ്പോൾ നമ്മൾ അതിന് അടിവരയിട്ട് മനസ്സിലാക്കണം, സർവകാരണം ഭഗവാനാണ്. അദ്ദേഹത്തിന് ചെയ്യുന്ന സേവനമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള അറിവ്. ഭഗവാനെ ഭക്തിയുടെ സേവനത്തിലൂടെ സേവിക്കുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ജ്ഞാനം എന്ന് മനസ്സിലാക്കണം. അല്ലാതെ സ്വയം ഭൗതികതയിൽ നിന്നുള്ള മോചനം മാത്രം കാംക്ഷിച്ചുകൊണ്ട് ആധ്യാത്മിക ജ്ഞാനം കരസ്ഥമാക്കുക എന്നുള്ളത് ഭക്തിയുടെ സേവനമായിട്ട് കണക്കാക്കുന്നില്ല. ഈ ആത്യന്തിക ലക്ഷ്യത്തിലെത്തിയാൽ ദാർശനിക പുരോഗതി അനുകൂലമാണ്. പക്ഷേ ദാർശനിക ഊഹാപോഹങ്ങളുടെ നിഗമനം ശൂന്യതയോ വ്യക്തിത്വമില്ലായ്മയോ ആണെങ്കിൽ അത് ഭക്തിയല്ല. അതാണ് പ്രഭുപാദ പറയുന്നത്. നമ്മൾ കൃഷ്ണ അനുശീലനം അല്ലെങ്കിൽ സർവകാരണം ഭഗവാനാണ് എന്ന് മനസ്സിലാക്കാതെ സ്വന്തം ഉന്നതിക്ക് വേണ്ടി മാത്രം ജ്ഞാനം സമ്പാദിക്കുകയാണെങ്കിൽ അത് ഭക്തിയല്ല എന്ന് മനസ്സിലാക്കണം. ഭക്തി എന്ന് പറയുമ്പോൾ അവിടെ ഭഗവാനുണ്ട്, ഭക്തനുണ്ട്. ഭക്തന്റെ ഒരേ ഒരു ആഗ്രഹം ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് മാത്രമാകുന്നു ഭക്തി. സ്വന്തം ഉയർച്ചയെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജ്ഞാനം സമ്പാദിക്കുക എന്നുള്ളത് ഭക്തിയല്ല എന്ന് ഈ സ്ലൈഡിലൂടെ മനസ്സിലാക്കുക. പിന്നെയോ കാമ്യകർമ്മങ്ങൾ, അതും ഭക്തിയിലേക്ക് നമ്മളെ നയിക്കുന്നില്ല. ഫലപ്രദമായ ഉദ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ കാമ്യകർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ ചെയ്ത് അതിന്റെ ഫലം ആസ്വദിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഫലപ്രദമായ പ്രവർത്തനങ്ങൾ കൃഷ്ണനോടുള്ള നമ്മുടെ ഭക്തി സേവനത്തെ ഉൾക്കൊള്ളുന്നു. അതിനാൽ നാം ജാഗ്രത പാലിക്കണം. അതായത് പുണ്യകർമ്മങ്ങൾ ചെയ്യുക, ഭഗവാന് വേണ്ടിയിട്ട് പല സേവനങ്ങളും ചെയ്ത് അതിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുക. അത് ജാഗ്രത, നമ്മൾ വളരെയധികം ജാഗരൂകരായിരിക്കണം. അങ്ങനെ മനസ്സിൽ ആഗ്രഹങ്ങളൊന്നും വരാനായിട്ട് നമ്മൾ പരിശ്രമിക്കരുത്. ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നത് നിസ്വാർത്ഥമായിട്ടായിരിക്കണം, ആത്മാർത്ഥതയോടെ ആയിരിക്കണം, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമായിരിക്കണം. അല്ലാതെ മനസ്സിൽ
പുണ്യകർമ്മ ഫലം ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യരുത് എന്ന്. അനാവൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാന കർമ്മ ആദി അനാവൃതം. മാനസിക ഊഹാപോഹങ്ങളോ ഫലപ്രദമായ പ്രവർത്തനങ്ങളോ കർമ്മകാണ്ഡം എന്നിവ വെളിപ്പെടുത്തുന്നു. ജ്ഞാന കർമാദി അനാവൃതം മൂടിയിട്ടില്ല. നിങ്ങൾ കർമ്മത്തെ ഭക്തിയുമായി കൂട്ടിക്കുഴച്ചാൽ, ജ്ഞാനത്തെ ഭക്തിയുമായി കൂട്ടിക്കലർത്തിയാൽ, അല്ലെങ്കിൽ യോഗം കലർത്തിയാൽ അത് മലിനമാകും, അത് പരിശുദ്ധമല്ല. പരിശുദ്ധമായ ഭക്തി എന്നുള്ളത് ഇതൊന്നും ഇല്ലാത്തതാണ് എന്ന്. അല്ലാതെ ജ്ഞാനം സമ്പാദിക്കുന്നത് ഭക്തിയായിട്ട് നമ്മൾ കൂട്ടിക്കലർത്തരുത്. അതായത് നമ്മുടെ ഉള്ളിൽ കൂടുതൽ കൂടുതൽ അറിവുണ്ടാകണം. ആ അറിവോടുകൂടി ഞാൻ പ്രസിദ്ധനാകണം. ആ അറിവോടുകൂടി എന്റെ പേര് വളരെയധികം പ്രശസ്തിയോടുകൂടി വരണം. അല്ലെങ്കിൽ ആ കർമ്മം പ്രവർത്തികൾ ചെയ്ത് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഭഗവാന്റെ സേവനങ്ങൾ ചെയ്ത് അതിന്റെ ഫലം തനിക്ക് സ്വയം അനുഭവിക്കാൻ ആഗ്രഹിക്കുക. ഇതെല്ലാം ഭക്തിയുമായിട്ട് നമ്മൾ കൂട്ടിക്കലർത്തിയാൽ അത് പരിശുദ്ധ ഭക്തിയല്ല, അത് മലിനമാക്കപ്പെടുന്നു ഭക്തി എന്നാണ് പറയുന്നത്. പരിശുദ്ധ ഭക്തി എന്നുള്ളത് സ്വന്തമായിട്ട് ഒരാഗ്രഹവും ഇല്ലാതെ, സ്വന്തമായിട്ട് എന്തെങ്കിലും നേടാനുള്ള പരിശ്രമം ഇല്ലാതെ ഭഗവാന്റെ സേവനത്തിനായിക്കൊണ്ട് മാത്രം ശ്രദ്ധിക്കുക, അങ്ങനെയുള്ളതായിരിക്കണം ഭക്തി എന്ന്. ശുദ്ധമായ ഭക്തി സേവനം രൂപ ഗോസ്വാമി നൽകുന്നു. അന്യ അഭിലാഷിത ശൂന്യം. ഫലപ്രദമായ പ്രവർത്തനങ്ങളോ ദാർശനിക ഊഹാപോഹങ്ങളോ യോഗ, മിസ്റ്റിക് യോഗ, മാന്ത്രികതയോ അല്ല. അതായത് യോഗ പരിശീലനം ചെയ്ത് ചിലർ വളരെയധികം ശക്തി സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു. മിസ്റ്റിക് പവർ എന്ന് പറയുന്നു. മിസ്റ്റിക് പവർ എന്ന് പറയുമ്പോൾ ഭൗതികതയിൽ ചിലർക്ക് അന്തരീക്ഷത്തിൽ നടക്കാൻ സാധിക്കുന്നു, ചിലർക്ക് മഞ്ഞ് ഹിമാലയത്തിലെല്ലാം വസ്ത്രം പോലും ഇല്ലാതെ അവർക്ക് ഇരിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അത് ആ യോഗയുടെ പവറാണ്, ശക്തിയാണ്, ശക്തി മൂലമാണ്. ചിലർക്ക് ദൂരെയുള്ള സാധനങ്ങൾ, അതായത് അണിമ, ലഘിമ, അങ്ങനെയുള്ള 9 തരത്തിലുള്ള ശക്തികളുണ്ട്. ഈ യോഗ പരിശീലിച്ച് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം നിയന്ത്രിച്ച് വളരെയധികം ആ പരിശീലനം മുറുകി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അയാൾക്ക് പലതരത്തിലുള്ള ശക്തികൾ ലഭിക്കുന്നു. ഇപ്പോൾ ഹനുമാന് ആ യോഗയുടെ ശക്തി ഉണ്ടായിരുന്നു. ഹനുമാൻ ഏറ്റവും ചെറുതാകാനും ഏറ്റവും വലുതാകാനും എല്ലാം സാധിക്കുമായിരുന്നു. അതുപോലെ ആകാശത്തിൽ സഞ്ചരിക്കാൻ സൂര്യന്റെ അടുത്ത് വരെ ഹനുമാൻ പോയി. കാരണം ഹനുമാന് ഈ മിസ്റ്റിക് പവർ ഉണ്ടായിരുന്നു. അതുപോലെ ചില രാക്ഷസന്മാർക്കെല്ലാം അതെല്ലാം ഉണ്ടാകുന്നു. അതെല്ലാം ഈ യോഗ പരിശീലിച്ച് കിട്ടുന്നതാണ് എന്ന് പറയുന്നു. അങ്ങനെ ആ മിസ്റ്റിക് പവർ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അതൊന്നും തന്നെ ഭക്തിയല്ല, അതൊന്നും തന്നെ ഭക്തിയുമായിട്ട് കൂട്ടിക്കലർത്തല്ലേ എന്ന് പറയുന്നു. കൃഷ്ണനെ എങ്ങനെ തൃപ്തിപ്പെടുത്താം, അതാണ് ഭക്തി. ആനുകൂല്യേന എന്നാൽ കൃഷ്ണൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക, അതാണ് ഒന്നാന്തരം ഭക്തി എന്ന് പ്രഭുപാദരുടെ ക്ലാസിന്റെ ലെക്ചറിന്റെ ഒരു ഭാഗമാണത്. അപ്പോൾ നമ്മൾ സ്വരൂപത്തെയും തടസ്ഥ ലക്ഷണത്തെയും പരാമർശിച്ച് ശുദ്ധമായ ഭക്തി സേവനത്തിന്റെ നിർവചനം വിശദീകരിച്ചു. അപ്പോൾ സ്വരൂപ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പരിശുദ്ധ ഭക്തിയുടെ സ്വരൂപ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആരാ പറയുക? അനുകൂലം. ഹരേ കൃഷ്ണ. പറയൂ. കൃഷ്ണന് വേണ്ടി മാത്രം എല്ലാ കർമ്മങ്ങളും ചെയ്യാം, മറ്റാർക്കും വേണ്ടി അല്ല ഭക്തി സേവനം ചെയ്യേണ്ടത്. ആനുകൂല്യേന കൃഷ്ണ അനുശീലനം, അതാണ് സ്വരൂപ ലക്ഷണങ്ങൾ. തടസ്ഥ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഭഗവാൻ തടസ്ഥ ലക്ഷണം ഭൗതികമായി ചെയ്യുന്നതെല്ലാം തടസ്ഥല. ഭഗവാനെ കുറിച്ച് ഇപ്പം കംസൻ അവരൊക്കെ വന്നിട്ട് എപ്പോഴും ഭഗവാനെ കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. പക്ഷെ അത് വന്നിട്ട് ഭഗവാനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ആ ഒരു ചിന്തയിലായിരുന്നു. പ്രതികൂലം. പ്രതികൂലം. തടസ്ഥ ലക്ഷണം ശുദ്ധ ഭക്തി ജ്ഞാനകർമാദി കാര്യങ്ങളില് ഇച്ഛയില്ലാതെ
എല്ലാം ഭഗവാന് വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മത്തെയാണ് തടസ്ഥ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ സ്വരൂപ ലക്ഷണം അതായത് അന്യ അഭിലാഷിത ശൂന്യം ജ്ഞാന കർമാദി അനാവൃതം, അത് തടസ്ഥ ലക്ഷണവും. പിന്നെ ആനുകൂല്യേന കൃഷ്ണ അനുശീലനം എന്നുള്ളത് സ്വരൂപ ലക്ഷണവും ആകുന്നു. സ്വരൂപ ലക്ഷണം എന്ന് പറയുമ്പോൾ പ്രാഥമികമായിട്ടുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനുകൂല്യേന കൃഷ്ണ അനുശീലനം, അതാണ് ഭക്തി. അതാണ് പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭക്തി എന്ന് പറയുമ്പോൾ കൃഷ്ണന് അനുകൂലമായിട്ടുള്ള സേവനങ്ങളാണ് ഭക്തി. അപ്പോൾ അതിലും കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടോ പരിശുദ്ധ ഭക്തിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ്, അതായത് ജ്ഞാന കർമാദി അനാവൃതമാണ്. ജ്ഞാനമോ കർമ്മമോ തീണ്ടിയിട്ടില്ലാത്ത, വേറെ അഭിലാഷങ്ങളൊന്നും ഇല്ലാത്ത ഭക്തിയാണ് പരിശുദ്ധമായ ഭക്തി എന്ന് പറയാം. അപ്പോൾ സ്വരൂപ ലക്ഷണവും തടസ്ഥ ലക്ഷണവും, രണ്ട് ലക്ഷണങ്ങളുണ്ട് പരിശുദ്ധ ഭക്തിക്ക്. സ്വരൂപ ലക്ഷണം എന്നുള്ളത് അനുകൂലേന കൃഷ്ണ അനുശീലനവും, തടസ്ഥ ലക്ഷണം എന്നുള്ളത് അന്യാഭിലാഷിത ശൂന്യവും ജ്ഞാനകർമാദി അനാവൃതം. അങ്ങനെ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഈ പരിശുദ്ധ ഭക്തിയെ വിവരിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കണം, സ്വരൂപ ലക്ഷണവും തടസ്ഥ ലക്ഷണവും എന്ന്. പിന്നെ ശുദ്ധവും സമ്മിശ്രവുമായ ഭക്തി സേവനത്തിന്റെ ഉദാഹരണങ്ങൾ, പരിശുദ്ധമായ ഭക്തിയും മറ്റത് മിക്സ് ആയിട്ടുള്ള ഭക്തിയും, അതിന്റെ ഉദാഹരണങ്ങൾ. അതായത് പരിശുദ്ധമായ ഭക്തി എന്നുള്ളത് അനുകൂല ഭാവത്തിൽ, ആരെല്ലാമാണോ ഭക്തന്മാർ അനുകൂല ഭാവത്തിൽ ഭഗവാനെ സേവിക്കുന്നത്. സമ്മിശ്രമായ ഭക്തി എന്ന് പറയുമ്പോൾ കംസനും രാവണനും എല്ലാം തന്നെ സദാസമയവും ഭഗവാന്റെ വിചാരം മനസ്സിൽ ഉണ്ടായിരുന്നെങ്കിലും അത് പ്രതികൂലമായിരുന്നു. അതുകൊണ്ട് അത് പരിശുദ്ധ ഭക്തിയിലേക്ക് വരുന്നില്ല. അങ്ങനെ വിശകലനം ചെയ്ത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇതിൽ ആമുഖത്തിൽ ഭക്തിരസാമൃത സിന്ധുവിന്റെ ആമുഖത്തിൽ പ്രഭുപാദ കൊടുത്തിരിക്കുന്നതാണ്, നമ്മുടെ മാർഗനിർദ്ദേശനത്തിനായി മാത്രമാണ് ശ്രീല രൂപ ഗോസ്വാമി ഭക്തിരസാമൃത സിന്ധു എന്ന പുസ്തകം തയ്യാറാക്കിയത്. അത് ഇപ്പോൾ ഭക്തിയുടെ അമൃതത്തിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഈ മഹത്തായ സാഹിത്യം പ്രയോജനപ്പെടുത്തുകയും കൃഷ്ണാവബോധത്തിൽ വളരെ ഉറച്ചു നിൽക്കുകയും ചെയ്യാം എന്ന് പ്രഭുപാദ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് മനസ്സിലാക്കാനായിട്ട് കുറച്ച് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കണം. ആമുഖം നല്ലവണ്ണം വായിക്കുക. ആമുഖത്തിൽ പ്രഭുപാദ ഡീറ്റെയിൽ ആയിട്ട് ഭക്തിരസാമൃത സിന്ധുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നല്ലവണ്ണം വായിക്കുക. പിന്നെ നമ്മുടെ ഇതിന്റെ ഗൈഡ് സ്റ്റുഡന്റ് ഹാൻഡ് ബുക്ക് ഉണ്ടല്ലോ, അത് നിങ്ങൾ നല്ലവണ്ണം പഠിക്കണം. അതിൽ എന്നോടിയുടെ ഇത്തവണ അയച്ചിട്ടുണ്ട്. അതിൽ ഭക്തിരസാമൃത സിന്ധുവിന്റെ ശ്ലോകങ്ങൾ എല്ലാം മലയാളത്തിലേക്ക് തർജ്ജമയാക്കിയിട്ട് ഞാൻ അയച്ചിട്ടുണ്ട്. അതിന്റെ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അത് നല്ലവണ്ണം പഠിക്കുക. കാരണം വളരെയധികം ഉപകാരപ്രദമാകും. ഭക്തി എന്നാൽ എന്ത് നമുക്ക് ഡെഫിനീഷൻ ആയിട്ട് പറയാനായിട്ട് ഇതെല്ലാം വളരെയധികം സഹായിക്കും. അപ്പോൾ വളരെ നല്ലവണ്ണം പഠിച്ച് മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ഒന്നാമത്തെ അധ്യായം മുതൽക്ക് പരിശുദ്ധ ഭക്തി സേവനത്തിന്റെ സവിശേഷ ലക്ഷണങ്ങളാണ് ഇനി നമുക്ക് അടുത്ത ക്ലാസ് മുതൽക്ക് ആരംഭിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഭക്തിയുത സേവനത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ഒന്നാമത്തെ 1 മുതൽ മറ്റുള്ള അധ്യായങ്ങൾ നമുക്ക് ആരംഭിക്കാം. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളോ